എല്ലാവർക്കും ലാലീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഒരു ഞായറാഴ്ചയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഒരു ചെറിയ യാത്ര പോയാലൊന്ന് തോന്നി. അപ്പോൾ ഇവിടെ നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ തൃപ്പരപ്പിൽ വരെ വൈകുന്നേരം ആയതുകൊണ്ട് കാലാവസ്ഥ എങ്ങനെയൊന്നും അറിയില്ല. ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴക്കോളൊക്കെ ഉണ്ട്. പോകാൻ പറ്റുമെങ്കിൽ തൃപ്പരപ്പ് വരെ പോകും, ഇല്ലായെങ്കിൽ അതിനടുത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് പോയി കാണാം. എൻ്റെ കൂടെ എൻ്റെ യാത്രയിലെല്ലാം എപ്പോഴും കൂടെയുള്ള ബീന കൂടെ ഉണ്ടാവും. ഓക്കെ, ഇതെന്തോ നല്ല ദിവസം ഉണ്ടല്ലേ അതങ്ങനെ ഇട്ടേക്കുന്നത്. ആനപ്പാറ ജംഗ്ഷനിലെത്തി. നെട്ടയിലേക്ക് പോവാം അല്ലേ? ഈ നെട്ടയുടെ ആദ്യത്തെ പേരെന്തെന്നറിയാമോ? എനിക്കറിഞ്ഞൂടെ. കടുക്കറ എന്നാണ്. നമ്മുടെ നെടുമങ്ങാടുന്നൊക്കെ ഒരു സമയത്ത് ബസ് വരില്ലായിരുന്നോ? നെടുമങ്ങാടുന്ന് കടുക്കറ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് ബസ് വരുമായിരുന്നു. ഇപ്പൊ ആ ബസ് ഉണ്ടോന്ന് അറിയത്തില്ല, കാണുന്നില്ല. ടൈമിംഗ് ബോർഡ് കാണില്ലായിരിക്കും. ആ ബസ് നിർത്തി കാണും. ബസ്സുണ്ട്. നെട്ടേന്ന് ബോർഡ് വെച്ചിരുന്നുണ്ടോ? അത് എവിടെ നിന്ന് വരുന്നത്? അത് തമിഴ്നാട്ടിൽ നിന്നല്ലേ വരുന്നത്? കേരളത്തിൽ നിന്ന് എങ്ങനെ പോകും? കേരള ബസ് പോകുന്നുണ്ടല്ലോ ഇവിടെ വരെ, അറിഞ്ഞൂടെ അല്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട് കടുക്കറ ബോർഡ് വെച്ച് ബസ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബസ്സിലെല്ലാം കടുക്കറയെന്ന് ബോർഡ് വയ്ക്കും, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിലെല്ലാം നെട്ടയെന്ന് ബോർഡ് വയ്ക്കും. അതിർത്തിയാണ്, അതായത് കേരള തമിഴ്നാട് അതിർത്തി. ആ സ്ഥലം ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ അറിയാലോ? ചെക്ക് പോസ്റ്റ് ഒക്കെ നിബയ്ക്ക് അറിയാമോ? നെട്ട നേരെ 2 കിലോമീറ്റർ. ആറാട്ടുവഴി ജംഗ്ഷൻ. ഞാൻ നിവിക്കാണ് പറഞ്ഞു തരുന്നത്. നിവിക്ക് അറിയാമോ ഈ സ്ഥലമൊക്കെ? പേരൊക്കെ അറിയാമോ? ഇവിടെ അറിയാം അല്ലേ? മുമ്പേ ഈ റൂട്ടില് അവിടെ എവിടെയായിട്ട് തെന്നിയും തെറിച്ച് മാത്രമേ വീടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒത്തിരി വീടും ഇവിടെ നോക്കിയാലും വീട് അല്ലേ? എല്ലാം കുറച്ച് വീടേ ഉണ്ടായിരുന്നുള്ളൂ ഈ റൂട്ടിൽ നമ്മൾ വരുമ്പോ. അങ്ങനെ മലയാളി മാനേജ്മെന്റ് ആക്കിയാൽ ഒത്തിരി കാരണം മലയാളി കുട്ടികളാണല്ലോ ഇപ്പൊ ഇഷ്ടം പോലെ. ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ? ഇത് കടുക്കറ ഇവിടെയാണ് കേട്ടോ. കണ്ടോ, ഇപ്പോഴും കടുക്കറ എന്നുള്ള പേരുണ്ട് ഈ സ്ഥലത്തിന്. കടുക്കറയെന്നും നെട്ടയെന്നും വെച്ചിട്ടുണ്ട്. മലയാളി ഇവിടെ ആണ് യഥാർത്ഥത്തിൽ കടുക്കറ കേട്ടോ. പക്ഷെ ബസ് കേരളത്തിൽ നിന്ന് ബസ് വരുമ്പം നേരെ ഇവിടം കഴിഞ്ഞ് ചെക്ക് പോസ്റ്റിന്റെ ഇടം വരെ പോകുമായിരുന്നു. അവിടെ പോയി തിരികുമായിരുന്നു ബസ്. ഇഷ്ടംപോലെ ഇവിടെ നമുക്ക് വണ്ടി നിർത്താവോ? അയ്യോ, ഇവിടെ നിർത്തായിരുന്നു. നേരത്തെ പ്ലാൻ ചെയ്തില്ല അല്ലേ നമ്മള്? ഇത്
ഇതൊക്കെ ഇഷ്ടമായിരുന്നു. അല്ല ഇവിടെ എവിടെയോ ഒരു ഇറങ്ങി പോകാനുള്ള നല്ലൊരു സ്പോട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് ഇവിടെ ആയിരിക്കും. ഇതുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ. നമുക്ക് പാലത്തിൽ നിർത്താൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല, നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോയി നിർത്തിയിട്ടൊന്ന് ഇങ്ങോട്ട് വരാം അല്ലേ പിന്നെ നടന്ന്. ആ അല്ലെങ്കിൽ ഇതിന് മുന്നേ നിർത്തണമായിരുന്നു കേട്ടാ. അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തിയിട്ട് വരാമേ. അതിർത്തി തമിഴ്നാടിന്റെ ബോർഡ് വെച്ചേക്കുന്നു. കോതയാറ് തൃപ്പരപ്പ് 9 കിലോമീറ്റർ. അതുണ്ട് ഇവിടെ റിവേഴ്സെടുത്തിട്ട് അല്ലേ? വണ്ടിയുണ്ടോ? വണ്ടികളുണ്ട്. അരുവിക്കര ഡാമിന് ഇവിടെ നിന്ന് 38 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കോഴിമുട്ടിക്ക് അരുവിക്കര ഡാമിൽ ഒന്നുമില്ല. റോഡിൽ നിന്ന് അല്പം മാറി എങ്ങനെ ചെയ്യാം. വെള്ളം കുറവ് കേട്ടോ. ശരിക്കും നല്ല പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. താമസിക്കാനൊക്കെ ആയിരിക്കണം. ഇത് നെട്ട ചർച്ചാണ്. മുമ്പേ കടുക്കറ എന്ന് പറയുന്ന സ്ഥലം. യഥാർത്ഥത്തില് ബസ് ഇവിടെ വന്നായിരുന്നു തിരിഞ്ഞോണ്ടിരുന്നേ. ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ്. ഇത് തമിഴ്നാട് കേരള RTO ചെക്ക് പോസ്റ്റാണ്. ഇതിൽ നേരെ പോയാൽ കളിയലിൽ ചെന്നിട്ട് മാർത്താണ്ഡത്തേക്ക് പോവാം. അതൊക്കെ പുതിയ, അത് റിസോർട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഇതാണ്. കാർ കയറാൻ പറ്റും അല്ലേ ഇവിടെ? നമുക്ക് നോക്കാവോ? അവരാ കഴിക്കാൻ പോണവർക്ക് മാത്രം ആണോ? അയ്യോ, അതാണോ? കഴിക്കാനിപ്പം പോണ്ടല്ലോ. അവിടെ വേറെ ചായ ഒന്നും ഇല്ലല്ലോ. നമുക്ക് ചായ എങ്ങനെ ഉണ്ടോന്ന് നോക്കാം. നമുക്ക് തിരിച്ചു വരുമ്പോ ചായ ഇവിടെ നിന്ന് കയറി വണ്ടി ഒതുക്കാൻ പറ്റുമല്ലോ. ചായ ഉണ്ടോന്ന് അറിയില്ലല്ലേ? തിരിച്ചു വരുമ്പോ നോക്കാം. പയ്യന്മാരെ നോക്കി പറഞ്ഞേടാ. നല്ല ഭംഗിയുണ്ടല്ലേ? അത് എവിടെ നിന്ന് എടുക്കാൻ പറ്റും നമുക്ക്? ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ഇടാം അല്ലേ? അവിടെ തെക്കൻ പിടിച്ചാല തീർത്ഥാടനം നടക്കുന്ന മല ഇതല്ലേ അല്ലേ? അല്ല അല്ല, വെള്ളം കുറവാണ്. വെള്ളം ഇഷ്ടം പോലെ ഉള്ളപ്പോൾ വേണ്ട കെട്ടില്ല. കെട്ടെല്ലാം നിറഞ്ഞും കയറി വരും. നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ ഇത് നെട്ടയ്ക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ. 16B മാർത്താണ്ഡത്ത് വരുന്നതായിരിക്കും.
നല്ലതായിരിക്കും അല്ലേ? ഇത് ഇന്നൊക്കെ പറ്റില്ല ശരി. ഇവിടെ നമ്മുടെ ഈ ഏരിയയിലല്ലേ, നാട്ടിലല്ലേ? തമിഴ്നാടൻ കോഴികൾ, പൂവൻ കോഴി, പിടക്കോഴിയുണ്ട്. ഇത് ചിറ്റാറല്ലേ? ചിറ്റാറാണ്. ചിറ്റാർ ഡാമാണിത്. ഡാമിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ നാട്ടിൽ അവിടെ എല്ലാം വെള്ളമായിരിക്കും. പച്ച കിടക്കുന്നില്ലേ? ഇത് വൈകുണ്ഠം എസ്റ്റേറ്റാണ്. പ്ലാന്റേഷൻ എന്നൊക്കെ പറയില്ലേ, അതാണ് കാണുന്നത്. ഊഞ്ഞാലാടാൻ പോണേ? എനിക്ക് പേടി. ഇത് കണ്ടോ, ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴേ ഒരു ചെതൽപ്പുറ്റ്, ഇതിനകത്തൊക്കെ ഈ പാമ്പ് കയറിയിരിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് തൃപ്പരപ്പിൽ ഇനി വേറെ ദിവസം വരാവേ. ദിവ്യ പോകുന്നതിന് പിന്നെ വരാം കേട്ടോ. അവര് വരുന്നുണ്ടെങ്കിൽ അവരെ കൂടെ വിളിക്കാം കേട്ടോ, കൂട്ടുകാരെ. റോഡുകളെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ, കട്ടറൊന്നുമില്ല. ഞാൻ സിന്ധു ടീച്ചറും കൂടി വരുമ്പോഴേ കൂടുതലും ഇവിടെ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. ഈ ഹോട്ടലുണ്ടോ? മീനെ ഞാനും കൂടെ വന്നപ്പോൾ എവിടെ നിന്നാണ് കഴിച്ചത് ഓർമ്മയില്ല അല്ലേ? അതങ്ങ് പോണം, അവിടെ നിന്ന് ദൂരെ അപ്പുറത്ത് നിന്നാണ്. ഹോട്ടൽ മലയാളി. ഇവിടെ എല്ലാം മലയാളികളാണ്. പിന്നെ ബോർഡർ അല്ലേ കേരള തമിഴ്നാടിൻ്റെ. ഹോട്ടൽ പ്രവാസി ഉണ്ടോ? എൻ്റെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ. അത് നിർത്തി ഇറങ്ങണോ? നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, വണ്ടി നിർത്താനേ സ്ഥലക്കുറവാ. വേണ്ടേ അവിടെ എടുക്കാം, അതൊക്കെ പോ. നല്ല രസം, നല്ല ഭംഗിയല്ലേ അത്, മലകൾ കണ്ടോ?
പോയിട്ട് തിരിച്ചു വരാവേ. ഇവിടെയൊക്കെ ഇതേ ഉള്ളു, ഈ പുഴമീനും കപ്പയും. ഊണുണ്ട് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. റോഡ് നല്ലതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ മരിയ കോളേജ്, വൈറ്റ് മെമ്മോറിയൽ ഒക്കെ ഇല്ലേ, ശ്രീരാമകൃഷ്ണ, ഇതിലൊക്കെ പോകാൻ നമുക്ക് നമ്മുടെ ഭാഗത്തുള്ള ആൾക്കാർക്ക് പോകാൻ എളുപ്പ വഴി ഇതാണ്. ഇത് പോയി കളിയലിൽ കയറും. കളിയലിൽ കയറിയിട്ട് തൃപ്പര പോകുന്ന റൂട്ട് പോയി കൊലശേഖരം പോകും. അവിടെ നിന്ന് സ്ട്രേറ്റ് പോയത്. പിന്നെ കൊലശേഖരം, മൂകാംബിക, അവിടെ എല്ലാം പോകാൻ എളുപ്പം ഈ റോഡാണ്. പഴങ്കഞ്ഞി അത് കുടിക്കണമെന്നുള്ളവർക്ക് ഇവിടെ വന്നാൽ മതി. വീട്ടിലെ പഴങ്കഞ്ഞി പോലെയല്ലേ ഇത്, ഒത്തിരി ഐറ്റംസ് ഉണ്ടാവും. മീന് തന്നെ വറുത്തതും കറി വെച്ചതും, പിന്നെ ഈ ചമ്മന്തി ഉണ്ടല്ലോ, അത് മുളകിൻ്റെ തന്നെ കുറേ വെറൈറ്റി ഐറ്റം ആയിട്ടാണ് റെഡിയാക്കി വെച്ചേക്കുന്നത്. അവർ പറയുന്നത് ചിറ്റാറാണിത് കേട്ടോ. ചിറ്റി കിടക്കുക ചിറ്റാർ ഡാം. നിമയ്ക്ക് ബോറടിക്കണ? ബോറടിക്കുന്ന വന്നതില്?